കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫുഡ് സെക്ഷൻ ഉണ്ട്. ഞാൻ എന്തൊക്കെ അവിടുന്ന് സ്വീറ്റ്സ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കഴിക്കാൻ പാകത്തിനുള്ള അവിടുത്തെ സ്പെഷ്യാലിറ്റി ഐറ്റംസ് എന്തൊക്കെ കൊണ്ടുവന്നു, കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ നിക് നാക്സി, ഡൈസോ പോലത്തെ കടകളിലൊക്കെ പോയിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സ്, അങ്ങനത്തെ കുറച്ച് നിക് നാക്ക് ഐറ്റംസ് എല്ലാം കൂടി ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെങ്കിലും ഇത് തലയിലിരുന്നോട്ടെ അല്ലേ, രസമുണ്ട്. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മൊത്തം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക. കമൻസ് ഒക്കെ നിങ്ങൾ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി 2 സെക്ഷൻ ബാക്കിയുള്ളത്, ഒരെണ്ണം ക്ലോത്ത്സും ഷൂസ് അങ്ങനത്തെ സാധനങ്ങളും, ഒരെണ്ണം സ്കിൻ കെയർ മേക്കപ്പ് ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മേക്കപ്പ് കാണിച്ചു തുടങ്ങാം. അഗൈൻ ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കാരണം ഒത്തിരി ലോങ് ആയിപ്പോവും. അതുമല്ല, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഈ ഡോൺ ക്യൂട്ടയിൽ നിന്നാണ് മിക്കവാറും സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഡോൺ ക്യൂട്ടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, വേറൊരു ഫാർമസിയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഡോൺ ക്യൂട്ടേനെക്കാട്ടിലും ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നത് ഈ പറഞ്ഞ ഫാർമസികളിലായിരിക്കും. പക്ഷേ ഡോൺ ക്യൂട്ടയിൽ ഭയങ്കര വെറൈറ്റി ഉണ്ടാവും. സോ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എവിടെ നിന്ന് വേണമെന്നുള്ളത്. സോ കുറേ പാക്കറ്റ്സ് ഉണ്ട്, കണ്ടോ. ഞാൻ ചിലത് ഇവിടെ വന്നിട്ട് ഒന്നെണ്ണം പൊട്ടിച്ചു. 1, 2, 3 പാക്കറ്റ് ഉണ്ട്. പോരാത്തതിന് കുറച്ച് താഴെയും കിടപ്പുണ്ട്. സോ കുറേ ഉണ്ട്. ഇതെല്ലാം ഞാൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. സോ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം. അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്, അവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് ഹീറ്റിംഗ് പാഡ്സ് അല്ലെങ്കിൽ കൂളിംഗ് പാഡ്സ്. ഏത് ശരീരഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഹീറ്റിംഗ് പാഡോ കൂളിംഗ് പാഡോ നമുക്ക് കിട്ടും. അവിടെ ചെന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20,000 സ്റ്റെപ്സ് ഡെയിലി നടക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ കാല് ഡെയിലി നല്ല വേദന എടുത്ത് നല്ലൊരു പരുവാകുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ കാലിന് വേണ്ടിയിട്ടുള്ള കൂളിംഗ് പാഡ്സ് വാങ്ങിയിട്ട് രാത്രി എന്നും അത് ഒട്ടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങാറ്. സോ എനിക്ക് നല്ല ഗുണമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോരാൻ നേരത്ത് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങൾ ഇതുപോലെ പാഡ് വേണം തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇത് കാലിൽ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹീറ്റിംഗ് പാഡാണോ കൂളിംഗ് പാഡാണോ ഏത് പാർട്ടിനുള്ളതെന്ന് അറിയണമെങ്കിൽ ഇവരുടെ ഗ്രാഫിക്സ് നോക്കിയാൽ മതി. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കാലിനുള്ളതാണ്. അതുപോലെ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഹീറ്റിംഗ് പാഡ്. ഞാൻ എല്ലാം എടുത്തേക്കുന്നത് ഹീറ്റിംഗ് ആണ്. അവിടെ ഞാൻ യൂസ് ചെയ്തത് കൂളിംഗ് ആണ്. കൂളിംഗ് ആകുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ കളറായിരിക്കും കൊടുത്തേക്കണം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വയറ്റിലൊട്ടിക്കാനുള്ളതാണ്. പീരിയഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും വയറ്റിലൊട്ടിച്ച് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അത് അടുത്തത് ഒരെണ്ണം, ഇത് നമ്മുടെ തോളിലും നടുവിനും ഒക്കെ ഒട്ടിക്കാനായിട്ട്. ഇതും അഗൈൻ എനിക്ക് ചിലപ്പോൾ ഈ നമ്മൾ എപ്പോഴും മൗസും പിടിച്ചുള്ള ഇരിപ്പാണല്ലോ, അപ്പോൾ മിക്കവാറും എനിക്ക് ഷോൾഡറിന്, ഈ കൈക്ക് ഈ ഷോൾഡറിനൊക്കെ വേദന വരും. അപ്പോൾ ആ ഷോൾഡറിന് ഒട്ടിക്കാനും പിന്നെ നടുവൊക്കെ വേദന വരികയാണെങ്കിൽ അവിടെ ഒട്ടിക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ച് ഒരെണ്ണം യൂസ് ചെയ്തു. നല്ല സൂപ്പർവാണ്. നല്ലോണം ചൂട് നിൽക്കും. ലൈക്ക് നമ്മൾ വിചാരിക്കും ചൂട് കുറച്ച് നേരത്തേക്ക് നിന്നിട്ട് പോകുന്നു, അല്ല, നല്ലോണം ചൂട് ലാസ്റ്റ് ചെയ്തായിരുന്നു. ഫേസ് മാസ്ക് ആണ് ഇത്. ആണുങ്ങളുടെ ഫേസ് മാസ്ക് ആണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുത്താണ്. കിയാന, ഈ കിയാന എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. സോ അവരുടെ മെൻ ഫേസ് മാസ്ക് ആണ്. ആണുങ്ങളുടെ മുഖം കണ്ടില്ല, അപ്പോൾ മെൻസ് ഫേസ് മാസ്ക്. ഞാൻ വേറൊരു ഷോർട്സ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ ഇടും. സോ നിങ്ങൾ എൻ്റെ ഫീഡ് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ ബെസ്റ്റ് ഐറ്റംസ് ടു ബൈ ഫ്രം ഡോൺ ക്യൂട്ട് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാം. സോ അത് നോക്കി നോക്കാം. സോ ഇപ്പം ഞാൻ കാര്യമായിട്ട് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല, ജസ്റ്റ് കാണിച്ചു പോകാം. സോ ഇത് DHC എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ് ക്രീമാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, ബ്യൂട്ടി ഓഫ് ജസൈൻ. ഇത് ആക്ച്വലി ജാപ്പനീസ് അല്ല, കൊറിയനാണ്, മെയ്ഡ് ഇൻ കൊറിയ. ബട്ട് എനിക്ക് നല്ലൊരു ഡീലിന് കിട്ടുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ. ബ്യൂട്ടി ഓഫ് ജസൈൻ്റെ സൺസ്ക്രീനാണ്, ഗുഡ് വൺ. പിന്നെ അവരുടെ ഈ ഹെയർ വാക്സ് സ്റ്റിക്സ് ഉണ്ട്, അതും നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. മാറ്റോമാച്ച് അങ്ങനെ എന്തുവാണ് വായിക്കുന്നത്. സോ ഇതൊരെണ്ണം. പിന്നെ ഒരു ഓയിൽ. ഈ ഓയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടുത്തെ അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. ഇത് നമ്മൾ ഈ മുടിയുടെ എൻസിലൊക്കെ തേക്കാൻ ആർഗൻ ഓയിലൊക്കെ തേക്കുന്ന പോലെ തേക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. കമീലിയ ഓയിൽ എന്നാണ് ഓയിലിൻ്റെ പേര്. സോ അത്. പിന്നെ ഒരെണ്ണം നിങ്ങൾ കോണ്ടാക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ
അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രോപ്സാണിത്. കോണ്ടാക്റ്റിന് സ്പെഷ്യലി എടുത്ത് എഴുതിയിട്ടുണ്ട്, അല്ലാതെ വേറെ ലൈറ്റ് ഡ്രോപ്സ് വേറെ ഉണ്ടായിരുന്നു. സോ അതൊരെണ്ണം. പിന്നെ 2 ലിപ് ക്രീം ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഫാമിലി മാർട്ടിൽ നിന്നോ ലോസൻസിൽ നിന്നും കണ്ടെടുത്തതാണ്. വേറൊരെണ്ണം ഡോൺ ക്യൂത്തേന്ന് എടുത്തത്. ലിക്വിഡ് ലിപ്പിനെക്കാട്ടിലും ഗ്ലോസസ് ആണ് ഇഷ്ടം. സോ ഗ്ലാസി ബോം ടിൻറ്റ്, ഒരെണ്ണം ഷെയ്ഡ് കൊക്കോ ബ്രൗൺ, ഇത് ഗ്ലാസ്റ്റിൻ കളർ, ഇതിൻ്റെ ഷെയ്ഡ് റോസ് ഫിഞ്ച്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കോക്കോ ബ്രൗൺ എന്ന് പറഞ്ഞത് സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടുമില്ല. സോ ഐ ഡോണ്ട് നോ, ബട്ട് കടയിൽ വെച്ച് ടെസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ സൺ ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡോൺ ക്യൂത്തേൽ തിരക്കാണ്, പോകണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺ ഡ്രഗോ അല്ലെങ്കിൽ മത്സുമോട്ടോ കിയോഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫാർമസി ഉണ്ട്, അവരുടെ നിന്ന് വാങ്ങിക്കാം. സോ ഇതൊരു വൈറ്റമിൻ സി സെറമാണ്, അതെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് എടുത്ത ജെലി. ഇത് പീച്ച് ഫ്ലേവേർഡാണ്. പിന്നെ ഇതൊരു ഫേസ് മാസ്ക് ആണ്. അവരുടെ ഓരോ നമ്മുടെ നൈക്ക അവാർഡ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ അവരുടെ അവാർഡ്സാണ്, കോസ്മെ അവാർഡ്സ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനൊക്കെ കോസ്മെ അവാർഡ്സ് ഉണ്ടായിരുന്നോ, ബട്ട് എനിവേയ്സ് അവരുടെ കോസ്മെ അവാർഡ്സിൽ ഫസ്റ്റ് റാങ്കിലെത്തിയ ഫേസ് മാസ്ക് ആണ്. സോ ഐ എം ഹോപ്പിംഗ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുണ്ട്. ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഭയങ്കര റേവിങ് ആയിട്ട് എല്ലാവരും വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്ന ഷാംപൂ ആണ് ആൻഡ് ഹണി. ആൻഡ് ഹണിയുടെ ഡീപ്പ് മോയ്സ്റ്റ് ഷാംപൂ ആൻഡ് ഡീപ്പ് മോയ്സ്റ്റ് കണ്ടീഷണർ എടുത്തിട്ടുണ്ട്. ഷാംപൂ ആക്ച്വലി 2 എടുത്തിട്ടുണ്ട്, അത് കണ്ടീഷണർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫേസ് വാഷാണ്. ഇതും മെഗാൻ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ് കേട്ടിരുന്നു. സെൻക പെർഫെക്റ്റ് വിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഏറ്റവും ബേസിക് ഒറിജിനൽ വേർഷനാണ് എടുത്തത്. അല്ലാണ്ട് കൊളാജൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് വേറെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കിയാന റൈസ് മാസ്കിൻ്റെ സ്ത്രീകൾക്കുള്ളത്. ആദ്യം കാണിച്ചത് ആണുങ്ങൾക്കുള്ളതായിരുന്നു. ഇതും നല്ലതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഗൈൻ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ടിക്ടോക്കിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു ഹെയർ മാസ്ക് ആണ്, ഫീനോ ഹെയർ മാസ്ക്. അഗൈൻ ഈ സാധനങ്ങളൊക്കെ നല്ലതെന്ന് എല്ലാവരും പറയണ കേട്ടിട്ടാണ് ഞാൻ പോയി വാങ്ങിയത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഉപയോഗിച്ചാലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമൊന്നും പറയുന്നില്ല. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് റീൽസിലൂടെയോ ഏതിലെങ്കിലും കൂടെയൊക്കെ അറിയിക്കാം. ഇത് 2 മാഗ്നറ്റ്സ് ആണ്. ഞാൻ ജപ്പാൻ്റെ ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇതാണ്. ഇനിയുള്ളത് കുറച്ച് ക്ലോത്തിങ് ഐറ്റംസും കുറച്ച് മിസ്ലേനിയസ് ഐറ്റംസും ആണ്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കഴിയും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ യൂണിക്ലോന്ന് എന്താ വാങ്ങിയെന്ന് കാണിക്കാം. സോറി, എൻ്റെ ക്യാമറ ഇടയ്ക്ക് ചത്തു. സോ ക്യാമറ ഓറിയൻറ്റേഷനൊക്കെ ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ക്ലോത്ത്സിലേക്ക് കിടക്കാം. ക്ലോത്ത്സിൽ ആദ്യം യൂണിക്ലോന്ന് എന്താ വാങ്ങിച്ചതെന്ന് കാണിക്കാം. യൂണിക്ലോ നമ്മുടെ അറിയാലോ, ജാപ്പനീസ് ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ യൂണിക്ലോ ഭയങ്കര ചീപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് അറിയാലോ, അയർലൻഡ് ഭയങ്കര മോസ്റ്റ് ഓഫ് ദി ടൈം ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലും തണുപ്പത്തിടുന്ന ടൈപ്പ് സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ നോക്കിപ്പോയത് നല്ല മെറീനോ വൂളോ കാശ്മീർ വൂളോ അല്ലെങ്കിൽ അങ്ങനെ വുളൻ ഐറ്റംസൊക്കെ കുറച്ച് ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ സ്പ്രിംഗ് ആയി. സോ ഐ തിങ്ക് വിൻ്റർ ഐറ്റംസൊക്കെ അവരെടുത്ത് മാറ്റിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ കൂടുതലുണ്ടായിരുന്നത് UV പ്രൊട്ടക്റ്റ് നെറ്റ് ആയിരുന്നു. അത് ഭയങ്കര തിന്നായിട്ടുള്ള സാധനമാണ്. അതെനിക്ക് ഇവിടെ ഒരു യൂസും വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അവരുടെ ഹീറ്റ് ടെക് റേഞ്ച് വളരെ നല്ലതാണ്. ഞാനിവിടെ തണുപ്പാകുമ്പോഴത്തേക്കും ഡ്രസ്സിൻ്റെ അടിയിലിടുന്നതൊക്കെ ഹീറ്റ് ടെക്കിൻ്റെ സാധനങ്ങളാണ്. സോ അവരുടെ വേറൊരു റേഞ്ചാണ് എയറിസവും വളരെ നല്ലതാണ്. നമുക്ക് ലെയർ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ കട്ടിയുള്ള നിറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ കട്ടിയുള്ള ടീഷർട്ടൊക്കെ ഇടയാൻ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ബൾക്കി ആവും. അതിന് പകരം തിന്നായിട്ടുള്ള ഇതുപോലത്തെ എയറിസം ടോപ്സ് ആണെങ്കിൽ വളരെ നല്ലതാണ്. സോ അതുകൊണ്ട് ഞാനൊരു ഓഫ് വൈറ്റ് കളറിലൊരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. സീംലെസ് ടോപ്പാണ്. ഇതും അതേ റേഞ്ചിൽ തന്നെയുള്ള ബ്ലാക്ക് കളറും ഓഫ് വൈറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ജിം വെയർ അത്യാവശ്യം നന്നായിട്ട് കണ്ടു. ഇവിടുത്തെ യൂണിക്ലോയിലൊന്നും പോകുമ്പോൾ ഞാനങ്ങനെ ജിം വെയർ അധികം കണ്ടിട്ടില്ല. ജിം വെയർ കണ്ടു എന്ന് മാത്രമല്ല, ജാപ്പനീസ് ആൾക്കാരൊക്കെ പൊതുവേ എൻ്റെ ഹൈറ്റുള്ളവരായതുകൊണ്ടായിരിക്കണം
എൻ്റെ ഹൈറ്റിന് കറക്റ്റായിട്ടുള്ള ലെഗിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാനതിൽ വീണ് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ലെഗിങ്സും 3 ടോപ്പും എടുത്തിട്ടുണ്ട്. അത് ഒക്കെ ഞാൻ ഇട്ട് തുടങ്ങി. ഒരെണ്ണം ഇട്ടിട്ടില്ല, അതുകൊണ്ട് അത് കാണിക്കാം. ഇതൊരു നേവി ബ്ലൂ കളറിലുള്ളൊരു ലെഗിങ്സാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ലെഗിങ്സിൽ. ഞാൻ ആണെങ്കിൽ അവിടെ ചെന്നപ്പം തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഈ പറഞ്ഞ പെർട്ടിക്കുലർ യൂണിക്ലോയിൽ കയറിയത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാനുള്ള സമയം പോലും എനിക്ക് ഉണ്ടായില്ല. ഞാനൊരു ഊഹത്തിന് അല്ലാണ്ട് അവിടെ ഇങ്ങനെ ചുമ്മാ വെച്ച് നോക്കിയിട്ടൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ഈശ്വര കറക്റ്റ് ആവുമോ, കാശും കൊടുത്ത് വാങ്ങിച്ചിട്ട് അവസാനം ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമോ എന്ന് പേടി ഉണ്ടായിരുന്നു. പക്ഷേ പെർഫെക്റ്റ് ആയിരുന്നു. എൻ്റെ ഹൈറ്റിനും എൻ്റെ സൈസും ഒക്കെ കറക്റ്റായിരുന്നു. സോ ഒരു നേവി ബ്ലൂ, ഒരു ബ്ലാക്ക്, പിന്നെ വേറെന്തോ ഒരു ഡാർക്ക് ഗ്രീനോ അങ്ങനെ എന്തോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇടാതെ വെച്ചിരിക്കുന്ന ടോപ്പ് ഇത് ബ്ലാക്കാണ്. ഇതും അഗൈൻ ആ സെയിം മെറ്റീരിയലിൽ തന്നെയുള്ളതാണ്. ഭയങ്കര ലൂസായിട്ടുള്ളതാണ്. ഞാൻ ഒരു സൈസ് വലുതാണ് എടുത്തത്, കാരണം എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഇടാനാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഷ്ടം. സോ പൊതുവേ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. സോ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, നല്ല വലിപ്പമുള്ള ബ്ലാക്ക്. ഇതിൻ്റെ തന്നെ ഒരു ഗ്രേ കളറും അഗൈൻ ഒരു ഗ്രീൻ കളറും അങ്ങനെ എന്തോ 3 കളർ എടുത്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞു. പിന്നെ ആകെ ഞാൻ പുറത്തിടാനായിട്ട് ആ യൂണിക്ലോ, ഞാൻ 2 യൂണിക്ലോ കയറി. സോ ഇതൊക്കെ വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഷിബുയയിലുള്ളതാണോ അസുഖുസേലോ അവിടെ കണ്ടു പോയപ്പെടുത്തതാണ്. ഗിൻസിൽ പോയിട്ട് അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ റീലിടാം. സോ അവിടുന്ന് അത്രയും പോലും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ കയറിയെല്ലാം നോക്കി. ബട്ട് എനിക്ക് എടുക്കണം തോന്നുന്ന ഒന്നും കിട്ടിയില്ല. വെറുതെ കാശ് കളയണ്ടല്ലോ, നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. അപ്പം ഇത് ഒരു ജാക്കറ്റാണ്. അഗൈൻ ഇവിടെ എനിക്ക് തണുപ്പൊക്കെ വരുമ്പം ഇടാൻ പറ്റിയ ഒരു ലെയർ ചെയ്യാൻ പറ്റിയൊരു പീസാണ്. ഇതും ഞാനൊരു സൈസ് വലുതാണ് എടുത്തേക്കുന്നത്, മീഡിയമാണ് എടുത്തേക്കുന്നത്. മീഡിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സ്മോൾ ആയാലും എനിക്ക് മതി. പക്ഷേ ഞാൻ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട് ലെയർ ചെയ്യാൻ പാകത്തിനാണ് എടുത്തേക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എനിക്ക് വേണമെങ്കിൽ ഒരു നെറ്റ് വെയർ ഇട്ടാലും കുഴപ്പമില്ല, ടൈറ്റ് ആവില്ല. സോ അങ്ങനെ ബ്ലാക്ക് കളറിൽ ഇവിടെ ഒരു പോക്കറ്റ്സൊക്കെ ഉള്ള ഒരു ബ്ലാക്ക് ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ബ്ലാക്ക് ബോംബർ ഉണ്ട്, അതാണ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ പരിപ്പിളകാറായി. സോ അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ പ്രീച്ച് ചെയ്യുന്ന പോലെ മിനിമലിസം പിടിക്കുന്നത് കൊണ്ട് ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ എടുക്കില്ലായിരുന്നു. അതും സെയിം കളർ തന്നെ ഞാൻ എടുക്കില്ലായിരുന്നു. ബട്ട് അതിൻ്റെ പരിപ്പിളകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരെണ്ണെടുത്തു. പിന്നെ ഒരു ഫോമൽ ഒരു ബ്ലാക്ക് പാൻറ് എടുത്തിട്ടുണ്ട്. ഇതും അഗൈൻ അവിടെ നിന്ന് എടുക്കാൻ കാര്യം, ഇവിടുത്തെ കടകളിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഈവൻ UK പോയിട്ട് നോക്കുമ്പോഴാണെങ്കിലും അയർലൻഡിൽ യൂണിക്ലോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ UK എന്നിടയ്ക്ക് പറയുന്നത്. സോ അയർലൻഡിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓൺലൈൻ, ബട്ട് സ്റ്റോഴ്സ് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ല എന്തായാലും. അപ്പോൾ UK പോകുമ്പോഴാണ് ഞാൻ യൂണിക്ലോ കയറാറ്. സോ അവിടെ പോകുമ്പോൾ ഒക്കെ എനിക്ക് ഹൈറ്റ് കറക്റ്റ് ആവില്ല, കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര പൊക്കമായതുകൊണ്ട് എൻ്റെ പൊക്കത്തിനുള്ള സാധനമൊന്നും കിട്ടില്ല. പക്ഷേ ജപ്പാനിലെല്ലാവരും എൻ്റെ പൊക്കമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള പാൻറ് അവിടെ നിന്ന് കിട്ടും. സോ അതുകൊണ്ട് ഒരു ഫോർമൽ ബ്ലാക്ക് സ്ട്രേറ്റ് ലെഗ് പാൻസ് എടുത്തിട്ടുണ്ട്. ഇതും അഗൈൻ പെർഫെക്റ്റ് ആയിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. എടുക്കണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ ഇത് അവിടെ നിന്നല്ലാണ്ട് എനിക്ക് കിട്ടൂല എൻ്റെ ഹൈറ്റിന് കറക്റ്റായിട്ട്. സോ അതെടുത്തു. പിന്നെ ഒരു ഇതെടുത്തത് ഞാൻ പറഞ്ഞില്ലേ, യൂണിക്ലോയുടെ സിസ്റ്റർ ബ്രാൻഡ് ഗൂ എന്നല്ല, ജിയോ എന്നായിരിക്കും പറയണേ, ഞാൻ ഗൂഗു എന്ന് പറയും. സോ അവിടെ കയറിയപ്പം അവിടെ അഗൈൻ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒത്തിരി ക്ലോത്ത്സ് ഉണ്ട്. ഒരു ക്ലാസി മിനിമലിസ്റ്റ് വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസി കളേഴ്സും ന്യൂട്രൽ കളേഴ്സും ഒക്കെ പിടിക്കുന്നത്. സോ അത് കാരണം ഞാൻ ഒത്തിരി ട്രെൻഡി സാധനങ്ങൾ എടുത്തില്ല. ബട്ട് നിങ്ങൾക്ക് യൂണിക്ലോയെക്കാട്ടി കുറച്ചുകൂടെ കളക്ഷൻ കിട്ടുക ജിയോയിലായിരിക്കും. സോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ യൂണിക്ലോക്കാട്ടിലും പ്രൈസസ് ലോ ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പം പ്രൈസസ് ഭയങ്കര ലോ ആണ് യൂണിക്ലോയിൽ, അതിലും ലോ ആണ് ജിയോയിൽ. സോ ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നിന്ന് ഒരു വൈറ്റ് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതും അഗൈൻ എൻ്റെ ഹൈറ്റിന് കറക്റ്റായിട്ടുള്ളതാണ്. ഒത്തിരി ഇറക്കമില്ല, കുറവുമല്ല, ഒത്തിരി കൂടുതലും അല്ലാത്ത ടൈപ്പ് ഒരു ഷർട്ടാണ്. നല്ല മെറ്റീരിയലാണ്, സീ ത്രൂ അല്ല. ഒരു ഷർട്ടും കൂടെ എടുത്തു. ഇതും ജിയോ തന്നെ എടുത്തതാ, ഡെനിം ഷർട്ട്. നിങ്ങൾ എൻ്റെ ഡിസ്നി സീ പോയ റീൽസോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കണ്ടു കാണണം ഈ ഒരു ഷർട്ട്. ഇതും ഹാഫ് സ്ലീവാണ്, ഡെനിമാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണ്.
അതും എടുത്തു. ഇതിൻ്റെയൊക്കെ പ്രൈസസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഈ പ്രൈസിനൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഞാൻ പ്രൈസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രൈസസിലേക്ക് കിടക്കുന്നില്ല. ബട്ട് നോ ദാറ്റ് ഇറ്റ്സ് സൂപ്പർ ചീപ്പ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ടീഷർട്ട്സും സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. അത് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഹസ്ബൻഡിന് എടുത്ത വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അത് കാണിക്കാൻ കാര്യം അത് കുറച്ച് ഫങ്കി ആയിട്ടുള്ള സാധനമായതുകൊണ്ട് അത് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ അവിടെ ബീംസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അത് മെഗാൻ ലൈഫ് സ്റ്റൈൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് നിങ്ങൾക്ക് ഡ്രസ്സസും ആക്സസറീസും അല്ലാണ്ട് ഹോം വെയർ ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. സോ ബീംസ് അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിനൊരു ജീൻസ് എടുത്തു. അത് കുറച്ച് ജാപ്പനീസ് സ്റ്റൈൽ കുറച്ച് ഫങ്കി ജീൻസാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വീഡിയോയിൽ കാണിക്കാമെന്ന്. ഇത് കുറച്ച് പ്രൈസിയാണ്. നമ്മൾ യൂണിക്ലോയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ അഫോർഡബിൾ ആയിട്ടോ ചീപ്പായിട്ടോ ഉള്ള കടയല്ല. പിന്നെ ജപ്പാൻ മെയ്ഡ് സാധനമാണ്. ഇപ്പം യൂണിക്ലോ കാര്യം കട ജാപ്പനീസ് ആണെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ മിക്കവാറും നോക്കിയിട്ടുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം, മെയ്ഡ് ഇൻ ചൈന, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ജപ്പാൻ മെയ്ഡ് സാധനങ്ങൾ കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ കടയിൽ ഈ ജീൻസ് ജപ്പാൻ മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ജപ്പാൻ മെയ്ഡ് സാധനങ്ങൾക്ക് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. സോ ഇതിന് 19,800 yen ആണ്. സോ നമ്മുടെ കറൻസിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാ കറൻസി എന്ന് വെച്ചാൽ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസിയാണ്. സോ ഇത് ഒരു ഡസ്റ്റി ബ്ലാക്ക് ജീൻസ് ആണ്. ഇതിൻ്റെ ഫങ്കി ആണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട് ഭയങ്കര പ്ലെയിൻ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെയും കൂടെ കാണുന്നില്ല. എന്തായാലും പ്ലെയിൻ ആണ്. ബട്ട് ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലാണ് ഇതിൻ്റെ സംഭവം മൊത്തം. എൻ്റെ തൊപ്പി. സോ ഇതിൻ്റെ ബാക്കിലൊരു പോക്കറ്റ്, ബാക്കിലൊരു വള്ളി, ഇത് രണ്ടും പോക്കറ്റാട്ടോ. പിന്നെ ഇതും പോക്കറ്റാണ്. ആൻഡ് ദെൻ ഈ സൈഡിൽ ഒരു ഫങ്കി പോക്കറ്റ് ആൻഡ് ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. സോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീക്കൻ കൂൾ ലുക്കൊക്കെ വരും. അപ്പോൾ അവിടെ ജാപ്പനീസ് ആണുങ്ങളൊക്കെ ഇതുപോലത്തെ ജീൻസാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. സോ ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരെണ്ണം വാങ്ങി. രസമുണ്ട്. ഇതിൻ്റെ പല കളേഴ്സും കുറേ കൂടെ ഫങ്കി ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാണ് എടുത്തത്. സോ അതാണ് ആ ഒരു ജീൻസ്. ഇനി ഉള്ളത് കുറേ സോക്സാണ്. എനിക്ക് ജപ്പാനിൽ പോയിട്ട് സോക്സിലാരോ കൂടത്രം തന്നു തോന്നുന്നു. സോ ഈ ഒരു കവറ് നിറയെ സോക്സാണ്. ഇതിലിപ്പോൾ എല്ലാം ഒന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. കുറച്ച് രസമുള്ളത് കാണിക്കാം. ടാബി സോക്സ് കാണിക്കാം. ഇത് ഏട്ടൻ്റെയാണ്. കുറച്ച് നീളമുള്ള കാലിന് പറ്റിയത്, ഇങ്ങനൊരു പ്രിൻ്റ് ഉള്ളത്. ഇത് എൻ്റെയാണ്, കുറച്ച് സ്ത്രീകളുടെയൊക്കെ പടം ഉള്ളത്. ഇതും ഏട്ടൻ്റെ തന്നെയാണ്, നിഞ്ച എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് ഫങ്കി ആയിട്ടുള്ളത്. വേറെ ഇതുപോലത്തെ ക്യൂട്ടി എസ്തർ ബണി ഒരു സോക്സ്. പിന്നെ എല്ലാം ഇതുപോലത്തെ ന്യൂട്രൽ കളറാണെങ്കിൽ ഇങ്ങനെ എംബ്രോയിഡേർഡ് സാധനങ്ങളൊക്കെ ഉള്ള ക്യൂട്ട് സോക്സസ് ആണ്. ഈ കവർ ഇത് മൊത്തം കാണിക്കായിരുന്നു ഇന്നത്തെ ദിവസം പോകും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ബട്ട് ഒരു കവർ നിറയെ സോക്സ് ഉണ്ട്. ഇത് ഒരു ടവലാണ്. നിങ്ങൾ വിചാരിക്കും ജപ്പാൻ വരെ പോയത് ടവല് വാങ്ങിക്കാനാണെന്ന്. പക്ഷേ അവിടുത്തെ ഗാർമെൻറ്റ്സ് പൊതുവെ എല്ലാം, അല്ലെങ്കിൽ അവിടുത്തെ ഫാബ്രിക്സ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ്. അത് മെയ്ഡ് ഇൻ ജപ്പാൻ വേണം കേട്ടോ. ജപ്പാനിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല. മെയ്ഡ് ഇൻ ജപ്പാൻ ആണെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും. സോ ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോഴും പലരും പറഞ്ഞു കേട്ടതും ഒക്കെ അവിടുത്തെ ടവൽസ് ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്, കോട്ടൺ ടവൽസ്. അതിനുവേണ്ടി എല്ലാവരും റെക്കമെൻഡ് ചെയ്ത കടയാണ് ഇത്, ഇമാബാരി യുകെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട. ഇത് ഞാൻ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അതാണിത്. ഇത് ഒരു സ്ട്രൈപ്ഡ് പാറ്റേണിൽ ബ്രൗൺ കളറിൽ പ്യുവർ കോട്ടൺ ആണ്. അഗൈൻ മെയ്ഡ് ഇൻ ജപ്പാൻ ആണ്, ഫുൾ കോട്ടൺ ആണ്. അതുപോലെ ഹൈ ക്വാളിറ്റി കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസിയാണ്. ബട്ട് എനിക്ക് അവിടെ കടയിൽ വെച്ച് ഫീൽ ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തന്നെ ഫേസ് ടവലും ഫുൾ ബാത്ത് ടവലും കൂടെയാണ് എടുത്തത്. അങ്ങനെ ഫേസ് ടവൽ സെറ്റായിട്ട് വരണമെന്നല്ല, ഞാൻ സെപ്പറേറ്റ് എടുത്തതാണ്. അങ്ങനെ എടുക്കാൻ കാര്യം 5,500 മുകളിൽ പോയാലാണ് നമുക്ക് ടാക്സ് ഫ്രീ കിട്ടുള്ളൂ. അപ്പോൾ 5,800 സംതിങ് അങ്ങനെ കണ്ടായി എനിക്ക് ഈ ബാത്ത് ടവലും ഫേസ് ടവലും കൂടെ. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ബ്രൗൺ എടുക്കാൻ കാര്യം കുറച്ച് മുഷിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നാളായി അതിന് ക്ഷീണം വന്നാലും
അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റും ക്രീംസും ലൈറ്റ് കളേഴ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഡെയിലി യൂസ് ചെയ്യണ സാധനം ആകുമ്പോഴത്തേക്കും ഈ വൈറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈവൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ പോലും വൈറ്റിനൊക്കെ ഒരു എന്താ പറയുക ഒരു ടയേർഡ് ലുക്ക് വരും. അപ്പോൾ അതിന് കാണാൻ ഒരു മെന ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബ്രൗൺ എടുത്തത്. ഇതാകുമ്പം ആ ടയേർഡ് ലുക്ക് ഉണ്ടാവില്ല. സോ അതെടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ടു അണ്ണ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ടു അണ്ണ എന്നായിരിക്കണം. ടു അണ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്. ഇതിൻ്റെ ഔട്ട്ലെറ്റ്സ് ഞാൻ എയർപോർട്ടിൽ കണ്ടു, പലയിടത്തും കണ്ടു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ലോൺഷറി ആണെങ്കിലും നൈറ്റ് വെയർ ആണെങ്കിലും പജാമാസ് ആണെങ്കിലും ഒക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. സോ അവിടുന്ന് ഞാൻ 2 പജാമാസ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. ഇത് ക്യാമറയിൽ എന്തോരം ക്യൂട്ടായിട്ട് പതിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ലൈറ്റ് പിങ്കിൽ ചെറി പ്രിൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ക്രിങ്കിൾഡ് ഇഫക്റ്റുള്ള തുണി, നല്ല പ്യോർ കോട്ടൺ ആണ്. ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബോ പോലെ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇവിടെ റഫിൾസൊക്കെ ആയിട്ട് ഡിസൈൻ എന്താണെന്ന് പറയുന്നത് ഇതാണ് ഡിസൈൻ. ഇങ്ങനെ ഇരിക്കും. സ്ലീപ്പ് വെയറിനാണ് ഇതേക്കുന്നത്. സോ മേ ബി ഞാൻ സ്ലീപ്പ് വെയറായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. വേറെണ്ണമുള്ളത് ഇത് വൈറ്റ് ആയിട്ടായിരിക്കും ക്യാമറയിൽ പതിയണത്. പക്ഷെ ആക്ച്വലി വൈറ്റ് അല്ല, ഒരു പെയിൽ യെല്ലോ കളറാണ്. അതിങ്ങനെ ബോസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് പിങ്ക് കളർ ബോസ് ഉണ്ട്. അഗൈൻ ക്രിങ്കിൾഡ് തുണിയാണ്. കഴുത്ത് വരുന്നത് പീറ്റർ പാൻ കോളറാണ്. ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് ബട്ടണൊക്കെ കൊടുത്തിട്ട്. ഇത് ആക്ച്വലി 2 പീസാണ്. നേരത്തെ കാണിച്ച പോലെ ഒറ്റ അങ്ങനെ നൈറ്റ് പോലെ കിടക്കുന്ന സാധനമല്ല. ഇങ്ങനൊരു ടോപ്പും ഷോർട്സുമാണ്. ഇങ്ങനെയാണ് ഷോർട്സ് വരുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ട് ലേസ് ഡീറ്റെയിലിങ് ഫുള്ള് പോയിട്ടുണ്ട്. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. കൈയൊക്കെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കിടക്കണ ടൈപ്പ്. കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പാണെന്ന് തോന്നും, പക്ഷെ അല്ല, ഇത് വലിയവരുടെയാണ്. അവിടെ എഴുതി വെച്ചിരുന്നത് വുമൺ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പിള്ളേരുടെ അല്ല, വലിയവർക്ക് തന്നെ വേണ്ടിയുള്ള എൻ്റെ സൈസിലുള്ള സാധനമാണ്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. അതും ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ട്രൈ ചെയ്യാനായിട്ട്. ബോട്ടിലാണ്. അവിടുത്തെ അഗൈൻ എല്ലാവരും നല്ലോണം റിവ്യൂസ് പറഞ്ഞ് നല്ല സാധനമാണെന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. ലീക്ക് പ്രൂഫ് 1 പീസ് ടോപ്പർ വിത്ത് ഇൻറ്റഗ്രേറ്റഡ് കാസ്കറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ മഗ്, 950 ml, ഹോട്ട് ഓർ കോൾഡ്, ബ്ലാക്ക് കളറിൽ. സൊറിൻ ജൂഷി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ബ്രാൻഡാണ്. ഹൈലി റേറ്റഡ് ബ്രാൻഡാണ്. നല്ല ഗ്രേ കളർ ഒരു കൂൾ കുപ്പിയാണ്. ഇവിടെ ഒരു കുട്ടൻ, ഒരു കുഞ്ഞി ആനക്കുട്ടൻ നിൽപ്പുണ്ട്. ക്യൂട്ടാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. ഞാൻ ഇവിടെ ഒരു ലോക്കൊക്കെ ഉണ്ട്. ലോക്ക് അൺലോക്ക് ചെയ്താലാണ് ഞെക്കി കഴിഞ്ഞാൽ ഇത് തുറക്കുകയുള്ളൂ. അടിപൊളി സാധനം. ഇത് പക്ഷേ ഞങ്ങൾ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ എനിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മറ്റേൻ്റെ കാര്യം അറിഞ്ഞത്. ജപ്പാനിൽ മാത്രം കിട്ടുന്ന സാധനമൊന്നുമല്ല, ഇവിടെയും കിട്ടും. പക്ഷേ പ്രൈസസ് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഇവിടത്തേലും ഒത്തിരി ചീപ്പായിട്ട് അവിടെ കിട്ടുന്നത് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങി കഴിഞ്ഞിട്ടാണ് ഈ സൊറിൻ ജോഷിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഓൾറെഡി വാങ്ങിപ്പോയതുകൊണ്ട് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ. ഇത് ഹൈഡ്രോ ഫ്ലാസ്ക് ആണ്. പിങ്ക് കളർ ഹൈഡ്രോ ഫ്ലാസ്ക്, ഹോട്ടർ കോൾഡ് ബ്ലാ. പക്ഷേ ഇത് 621 ml ഉള്ളൂ. ഇത് 950 ml ഉണ്ട്. സോ അങ്ങനെ ഒരു സംഭവമുണ്ട്, വ്യത്യാസമുണ്ട്. അഗൈൻ ഇത് മറ്റേതുപോലെ ഇങ്ങനെ, ഇതിപ്പോൾ നമുക്കിങ്ങനെ തുറന്നിട്ടിങ്ങനെ കുടിക്കണമെങ്കിൽ കുടിക്കാം, സൗകര്യമുണ്ട്. പക്ഷേ ഇതിനത്ര സൗകര്യമില്ല. ഇത് ഫ്ലാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് കുടിക്കണം. ബട്ട് ദാറ്റ്സ് ഓക്കെ. പിങ്ക് കളർ ഇതായതുകൊണ്ട് ഞാനിത് വെച്ച് ടെസ്റ്റ് ചെയ്യും. ഇതടിച്ച് പോയി കഴിയുമ്പോൾ വേറെ സൊറിൻ ജൂഷി വാങ്ങിക്കാൻ പറ്റൂല, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇത് നമുക്ക് അടിച്ച് മാറ്റാം. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി വൺ ലാസ്റ്റ് തിങ്. നമ്മൾ ജപ്പാൻ വരെ പോയിട്ട് ഷൂ വാങ്ങിച്ചില്ലെങ്കിൽ മോശമല്ലേ? അതും ജപ്പാൻ വരെ പോയിട്ട് ഒനിറ്റ്സുക്ക ടൈഗർ വാങ്ങിച്ചില്ലെങ്കിൽ വളരെ മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒനിറ്റ്സുക്ക ടൈഗറിൽ കയറി ഞാനൊരു ഷൂ വാങ്ങിച്ചു. ഇത് ഇമ്പൾസ് പർച്ചേസ് ഒന്നല്ല, ഞാൻ ഇവിടുന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് പോയത് ഷൂ വാങ്ങിക്കണം എന്നുള്ളത്. എന്ന് പറയുമ്പോൾ എനിക്ക് ഷൂ ഇല്ലാതിരിക്കുമെന്നല്ല, മിനിമലിസ്റ്റ് ആയതുകൊണ്ട് നിനക്ക് എത്ര ഷൂ വേണം എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഷൂവിൽ ആരോ കൈവശം തന്ന പോലെയാണ്. ഇഷ്ടംപോലെ ഷൂ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്നീക്കേഴ്സ് എനിക്ക് ഓൾറെഡി ഉണ്ട്. ബട്ട് ദാറ്റ്സ് വൺ ഏരിയ ദാറ്റ് ഐ എം ട്രൈങ് ടു
ലേൺ ടു കൺട്രോൾ. ഓക്കെ, സോ ഇതുവരെ കൺട്രോൾ ഞാൻ പഠിച്ചിട്ടില്ല ആ ഒരു ഏരിയയിൽ. സോ ഞാൻ പോയിട്ട് ഒരു ഷൂ കൂടെ വാങ്ങിച്ചു. ഞാനിവിടുന്ന് നോക്കി പോയ കളറ് ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ കിട്ടി. ഇത് ഞാൻ ഓൾറെഡി ഇട്ടു. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട്, ആക്രാന്തം സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഡിസ്നി സീ പോയപ്പം ഇത് ഇട്ടുകൊണ്ടാണ് പോയത്. ദിസ് ഇസ് ഒനിറ്റ്സുക ടൈഗർ മെക്സിക്കോ 66 ഇൻ ദ ഷെയ്ഡ് ഫോറസ്റ്റ് ഗ്രീൻ. സോ ഒരു ഫ്രണ്ടിലൊരു ബ്രൗൺ കളർ സ്വേഡ് പോർഷൻ ഉണ്ട്, ബാക്കി ഫുൾ കൗ ലെതറാണ്. ഗ്രീൻ കളർ ഒരു ആക്സൻസ് പോയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെയാണ്. ഓ, ഇതിൻ്റെ സാധനം. ഓക്കെ, ഇങ്ങനെയാണ് ബാക്കിൽ. സോ ദാറ്റ്സ് മൈ ഒനിറ്റ്സുക ടൈഗേഴ്സ്. ആ ഒരു കളർ ചൂസ് ചെയ്യാൻ കാര്യം, എനിക്ക് ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ കളറും ഇപ്പോൾ ആയി. ന്യൂട്രൽസിലെല്ലാം എനിക്ക് ബേജായി, ബേജും ബ്ലാക്കും കൂടി ഉള്ളതായി. ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് ആക്ച്വലി എനിക്ക് കൊള്ളൂല, പക്ഷേ എനിക്ക് നല്ല വൈറ്റ് വേറെ കിട്ടുമ്പോൾ ഞാൻ വാങ്ങിക്കും. സോ ഇതില്ലാത്തൊരു ഓട്ടം ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സ്പ്രിങ് അപ്രോപ്രിയേറ്റ് ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. സോ അതെടുത്തു. അപ്പോൾ അതാണ് എൻ്റെ ജപ്പാനിലെ ലാസ്റ്റ് പർച്ചേസ്. ഒരുമാതിരി എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇതിപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി, ഞങ്ങൾ ഓരോന്നൊക്കെ എടുത്ത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഒരുമാതിരി എല്ലാം ഞാൻ തപ്പി പിടിച്ച് കൊണ്ടെടുത്ത് വീഡിയോയിൽ കയറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്ന് നിങ്ങൾ താഴെ എഴുതി അറിയിക്കുക. നിങ്ങൾ മുമ്പ് ജപ്പാനിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടുന്ന് വാങ്ങിച്ച ജപ്പാൻ സ്പെസിഫിക് ഐറ്റംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ കമൻസിൽ എഴുതി അറിയിക്കുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.